ഗ പ പ സ സ രി രി മ മ ഗ ഗ രി രി സ സ നി നി ധ ധ പ പ മ ഗ രി രഘു. ഇങ്ങനെയുള്ള ഇതെനിക്ക് ഒരുപാട് പ്രാക്ടീസ് കഴിഞ്ഞായിരുന്നിട്ടെന്ന് വെറുതെ പാടും. ഹൈസ്കൂളിൽ 10,500 2,000 കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന്. ആ സ്കൂളിൽ പാട്ട് പാടുന്ന ഒരാൾ ഞാനേ ഉണ്ടായിരുന്നു. ദാസേട്ടൻ്റെ കയ്യിൽ നിന്നാണ് ഒന്നാമത്തെ പ്രൈസ് കിട്ടുന്നത്. അത് വലിയൊരു സംഭവമായിരുന്നു ശരിക്കും. കുറച്ച് പൈസ കിട്ടുന്ന ഒന്നുമില്ലാത്ത സമയങ്ങളുണ്ടായിരുന്നു. അച്ഛൻ മരിച്ച സമയത്ത് പട്ടിണി കിടന്ന സമയമുണ്ട്. ഒന്നുമില്ല. പറയാൻ മറന്ന പരിഭവങ്ങൾ വിരഹാർദ്രമാൻ മിഴികളോർക്കേ. എല്ലാം നിമിത്തമാണ്. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം നിമിത്തമാണ്. നമസ്കാരം. ഞാൻ രമേശ് നാരായൺ. ഞാൻ ജനിച്ചു വളർന്നത് കൂത്തുപറമ്പിലാണ്, കണ്ണൂർ ജില്ലയിലെ ഒരു ഗ്രാമം. അവിടെ നാരായണൻ വൈദ്യർ, നാരായണൻ ഭാഗവതർ രണ്ടും ഒരാളാണ് എൻ്റെ അച്ഛൻ. പിന്നെ നാരായണി അമ്മ. എല്ലാം നമ്മുടെ സംഗീത കുടുംബമാണ്. സംഗീതവും വൈദ്യവും നമ്മുടെ അച്ഛൻ്റെ അച്ഛനും അച്ഛാച്ചനും ഗ്രാൻഡ് ഫാദർ അങ്ങനെ പോകുന്നവരെല്ലാവരും സംഗീതവും വൈദ്യവുമാണ് എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും. സംഗീതം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാണനാണ്. അത് എങ്ങനെയോ എനിക്കറിയില്ല, ചെറുപ്പത്തിൽ ഉണ്ടത്, ഈ ഒരു ഭ്രാന്തുണ്ട്. അപ്പോൾ വീട്ടിൽ പഴയ വീടാണ്. ആ വീട്ടിൽ ഒരു സാള എന്ന് പറയും. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ കോലായി ഉണ്ട്. ഈ കോലായി കഴിഞ്ഞ് നേരെ അകത്തോട്ട് കയറുന്നത് ഒരു സാള എന്ന് പറയും. പിന്നെ പടിഞ്ഞാറേ മുറി, പിന്നെ കിഴക്കേ മുറി, വടക്കേ മുറി, പൂജാമുറി, ഇങ്ങനെയൊക്കെയാണ് വീട്ടിൻ്റെ രൂപകൽപ്പന. അപ്പോൾ ഭാഗവതർ പഠിപ്പിക്കുന്നത് ഇരിക്കുന്നത് സാള മുറിയിലാണ്. ഡാൻസ് പഠിപ്പിക്കാനും മാസ്റ്റർ വരും. അപ്പോഴും സാള മുറിയിൽ വടിക്കോലും എടുത്തിട്ട് താളം അടിച്ചിട്ട് ഡാൻസ് പഠിപ്പിക്കും. ചേച്ചിയെയും എൻ്റെ മൂത്ത ചേച്ചിയെയും. നമ്മൾ 6 പേരുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ ഹാർമോണിയം, പഴയ ഹാർമോണിയമാണ്, ജർമ്മൻ റീഡ് ഹാർമോണിയമാണ്. അത് വെച്ച് ഭാഗവതരെ കണ്ടെത്തുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. അമ്മയുടെ ചെറുപ്പകാലത്ത് 5 വർഷം തുടർച്ചയായിട്ട് അമ്മ സംഗീതം കണ്ണൻ ഭാഗവതരിൽ നിന്നാണ് പഠിച്ചത്. കണ്ണൂരായിരുന്നു അമ്മയുടെ വീട്. ഏതോ ഒരു അവസരത്തിൽ അമ്മ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഭാഗവതരെ കണ്ടെത്തുന്നത്. ട്രാവൽ ചെയ്യുമ്പോൾ അപ്പോൾ അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അമ്മ വന്നിട്ട്, അയ്യോ എൻ്റെ ഭാഗവതരെ എനിക്ക് കണ്ടു, എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ എന്ന് പറയുന്നത് ഭാഗവതയ്ക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റുഡൻ്റാണ് അന്ന്. അമ്മ ഹാർമോണിയം വായിച്ച് പാടുന്നത് കേട്ട് കഴിഞ്ഞാൽ ഗംഭീരമാണ്. ഹാർമോണിയം വായിച്ച് അത്തേപോലെ പാടും. പണ്ട് പഠിപ്പിച്ചിട്ടുള്ളത് ഹാർമോണിയത്തിലാണ് അമ്മ പഠിച്ചത്. ഒരു ഘട്ട ശ്രുതിക്കാണ് അമ്മ പാടുക. പക്കാല, നഗുമോ, ക്ഷീരസാഗര, ഈ കീർത്തനങ്ങളൊക്കെ അമ്മ പാടുന്നത് കേട്ടാൽ ഗംഭീരമാണ്. ആ കാലത്ത് ചെമ്പേ സ്വാമിയുടെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. പഴശ്ശി രാജാവിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ചെമ്പേ സ്വാമി അവിടെ വന്നിരുന്നു. ഈ പഴശ്ശി രാജാവിൻ്റെ ശിഷ്യനാണ് കണ്ണൻ ഭാഗവതർ. അപ്പോൾ ആ ഒരു ട്രഡീഷൻ ആണ് ഈ അമ്മയുടെ സംഗീതത്തിലുള്ളത്. കണ്ണൻ ഭാഗവതർ എങ്ങനെ അമ്മയുടെ മകളെ പഠിപ്പിക്കാൻ വന്നു. രാജലക്ഷ്മി ടീച്ചർ മ്യൂസിക് കോളേജിൽ പ്രൊഫസറായിട്ട് പിരിഞ്ഞ് ഇരിക്കുകയാണ്, ഇപ്പോഴും റിട്ടയറായി ഇരിക്കുകയാണ്. തൃപ്പൂണിത്തുറ മ്യൂസിക് കോളേജിൽ എല്ലാവർക്കും അറിയാം രാജലക്ഷ്മി ടീച്ചറെ, എൻ്റെ ചേച്ചിയാണ്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഞാനും പോയി അവിടെ ഇരിക്കും. 5 വയസ്സ് 6 വയസ്സ് സമയത്താണത്. അങ്ങനെ 2-3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ എനിക്കൊരു 7 വയസ്സ് 8 വയസ്സായപ്പോൾ കഴിഞ്ഞാണ്. അപ്പോൾ ഭാഗവതരെടുത്ത് ഓരോ തമാശകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പഠിച്ച് കുറച്ച് കാലങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ സ്കൂളിൽ പോകാൻ ഒരുങ്ങി നിൽക്കുന്നൊരു സമയം ഈ അച്ഛനും അമ്മയും ഇരുന്ന് പാടുന്ന എനിക്ക് ഓർമ്മ. അത് നവരാത്രി കാലങ്ങളിൽ മഹാനവമി സമയത്ത് ഹാർമോണിയം 2 ഹാർമോണിയം ഇട്ടിട്ട് രാത്രിയിൽ മുഴുവൻ സതിരായിരിക്കും അവിടെ. ഒരുപാട് മ്യൂസീഷ്യൻസ് വരും. നമ്മുടെ വീട്ടിൻ്റെ മുന്നിലിരുന്ന് ആ കോലായിലിരുന്നിട്ട് പായയിട്ട് മൈക്കൊന്നും ഇല്ലെന്ന് അങ്ങനെ പാടുകയാണ്. അന്ന് ഒരുപാട് ആൾക്കാർ കേൾക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കാലം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ
സ്കൂളിൽ സ്കൂൾ കോമ്പറ്റീഷൻ വരും. അപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് പാടുമ്പോഴേ എനിക്ക് എപ്പോഴും പ്രൈസ്. അപ്പോൾ ചേച്ചി ഉണ്ടാവും. അപ്പോൾ അമ്മ എടുത്തിട്ട് വന്നിട്ട് ചേച്ചി പറയാറുണ്ടെന്ന് പറഞ്ഞു എന്നെ പറ്റിയിട്ട്, അമ്മ ഈ രമേശ് പോയിട്ട് പാടിക്കഴിഞ്ഞാൽ പിന്നെ താളയൊക്കെ അടിച്ച് പാടിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയോ അവൻ പാടും, എന്താണെന്ന് തന്നെ അറിയത്തില്ല. അപ്പോൾ എല്ലാവരും കേട്ടിട്ട് അവൻ തന്നെ പ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോഴേ രഘുവംശസുധാംബുധിചന്ദ്രശ്രീ രാമ രാമ രാജയേശോര രഘുവംശസുധാംബുധിചന്ദ്രശ്രീ. ഇത് അന്ന് പഠിച്ചതാണ്. സരി മഗ രി സരി രി മദ ധനി ഗ പ സ രി ധനി ധ പ മ പ മ ഗ രി സരി രി മ പ ധ ധനി ഗ പ പ സ ധനി രി മ മ ഗ ഗ രി രി സ ധനി നി ധ ധ പ പ മ ഗ രി രഘു. ഇങ്ങനെയുള്ള ഇതെനിക്ക് ഒരുപാട് പ്രാക്ടീസ് കഴിഞ്ഞായിരുന്നിട്ടന്ന് വെറുതെ പാടും. അപ്പോൾ ആ ഒരു കാലത്ത് തന്നെ സംഗീതം പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം എന്നൊരു മനസ്സ് എനിക്കുണ്ടായിരുന്നു. അതിൽ സംഗീതത്തിൽ വലിയവനാവണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അന്നൊന്നും ഒന്നുമില്ലല്ലോ. ഇന്നത്തെ പോലെ ഒരു മീഡിയയോ നമ്മളെ കൊണ്ട് പുറത്തിറങ്ങി പാടിക്കാനോ ഒന്നുമില്ല. സ്കൂളിൽ മാഷുമാരെ എന്നെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. അതെനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. ഒരു പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ ഹെഡ് മാഷ് പോലും, ഗോവിന്ദൻ മാസ്റ്റർ എന്നെ വിളിച്ചിട്ട് രമേശെ പാട്ട് പാടും. അതാണ് ഏറ്റവും വലിയ പ്രചോദനം നമുക്ക് പാടാൻ കിട്ടുന്ന ഒരു വേദി. അതാണ് അവസാനത്തെ പീരീഡിൽ ചിലപ്പോഴോ ഒന്നും ഉണ്ടാവില്ല, ക്ലാസ്സസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോഴും വിളിക്കും. എന്നിട്ട് ഇന്ന് രമേശിൻ്റെ പാട്ട്. കാര്യം സ്കൂളിൽ പാടുന്നത് ഞാനേ ഉള്ളൂ, വേറെ ആരും ഉണ്ടോയെന്ന് പോലും അറിയില്ല. സ്കൂളിൽ ഏക പാട്ട് പാടുന്ന ആൾക്കാർ വലിയ സ്കൂൾ, ഹൈസ്കൂളാണ്. ഹൈസ്കൂളിൽ 1500 2000 കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന്. ആ സ്കൂളിൽ പാട്ട് പാടുന്ന ഒരാൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പ്യാറു എന്ന് പറഞ്ഞ ഹിന്ദി പാട്ട് പാടുന്നത്. അന്ന് ഞാൻ മലയാളമേ പാടാറുള്ളൂ, ഹിന്ദി പാടാറില്ല. സ്കൂളിലെ ഓർമ്മ ഭയങ്കരമാണ്. മ്യൂസിക് ടീച്ചറാണ് ലക്ഷ്മി ടീച്ചർ. ലക്ഷ്മി ടീച്ചർ വന്നിട്ട് സാ സാ സ നി നി രി നി രി രി സാ സാ സ നി നി ഗ നി നി ഗ രി 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 നി നി രി നി രി രി സ നി നി ഗ നി നി ഗ രി ഗ രി സ നി ധ നി ധ രി സ നി ധ പ മ പ ധ നി സ സ സ നി ധ പ പ പ മ ഗ രി 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 സ നി സ രി ഗ പ പ ധ നി സ ഗ രി സ്വർഗനന്ദിനി. ഇത് 6th സ്റ്റാൻഡേർഡ് പഠിക്കും. എനിക്കൊരു 11-12 വയസ്സുണ്ട്. ലക്ഷ്മി ടീച്ചർ ചോദിക്കും, ഇതെങ്ങനെയാണ് പഠിച്ച ഈ പാട്ട്? അന്ന് ഞാൻ പാടും ഈ പാട്ട്, സ്വർഗനന്ദിനി സരസ്വതി എന്നുള്ള പാട്ട്. അപ്പോൾ ദാസേട്ടനൊന്നും അറിയത്തില്ല. അത് പാട്ട്, ഗംഭീര പാട്ട്. ഇപ്പോൾ ആരെ പാടിയെന്നൊന്നും ഓർക്കുന്ന പോലും, ആരാ അതിൻ്റെ സംഗീതമൊന്നും നോക്കത്തില്ല. ഇത് റേഡിയോയിൽ വരുമ്പോൾ ഇരുന്ന് കേട്ട് ഉച്ചയ്ക്ക് വെക്കും. ചിലപ്പോൾ ഈ റേഡിയോ ചില സ്ലോട്ട്സ് ഉണ്ട്. അതിൽ റേഡിയോയിൽ ചിലപ്പോൾ ശാസ്ത്രീയ സിനിമാ ഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു സ്ലോട്ട് വയ്ക്കും, സെമി ക്ലാസിക്കൽ സോങ്സ്, പിന്നെ രാത്രിയിൽ മെലഡി സോങ്സ്. ഇതൊക്കെ കേട്ടിട്ട് ആ സമയത്ത് ഒരു പുസ്തകം എടുത്ത് അവിടെ വയ്ക്കും, റേഡിയോൻ്റെ അടുത്ത് വയ്ക്കും. ആ പുസ്തകത്തിൽ ഇപ്പം ഒരു ലൈന് സ്വരമാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതവിടെ കുറിച്ച് വയ്ക്കും. അന്ന് ടേപ്പ് റെക്കോർഡർ ഇല്ല, റെക്കോർഡിംഗ് എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇന്നത്തെ ആൾക്കാർ, കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യമാണത്. എന്നിട്ട് ഈ പാട്ട് 4ാമത്തെ തവണ വരുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ചിരിക്കും. എത്ര വലിയ സ്വരങ്ങളാണെങ്കിലും പഠിച്ചില്ലെങ്കിൽ നമുക്കെൻ്റെ മനസ്സിന് വിഷമം എനിക്ക്. അപ്പോൾ ഇതിൻ്റെ ഹെൽപ്പ് ചെയ്യാൻ ചേച്ചി ഉണ്ടാവും കേട്ടോ. ചേച്ചി ഞാനും ഇരുന്നിട്ടാണ്. ഇപ്പം ഞാനില്ലാത്ത സമയത്താണെങ്കിൽ ചേച്ചി വന്നിരുന്നത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് പാട്ടുകൾ പഠിക്കുന്നത്. എന്നിട്ട് ടീച്ചർ ചോദിക്കുന്നത്, എങ്ങനെയാണ് രമേശ് ഇതൊക്കെ പഠിച്ചെടുക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയും, ഇങ്ങനെ എന്ത് പറയാൻ, അന്ന് പറഞ്ഞൊന്നും ഓർമ്മയില്ല ശരിക്കും. ഇങ്ങനെ കേട്ടിരിക്കും ടീച്ചർ പറയുന്നത്. നമുക്കൊന്നും എൻ്റെ വില അറിയില്ലല്ലോ, നമ്മളങ്ങനെ ഈസി ആയിട്ടങ്ങ് പഠിച്ചെടുക്കാമെന്ന്. അങ്ങനെയുള്ള കാലം ആണ് സ്കൂളിലുണ്ടായിരുന്നത്. എന്നെ ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് സ്കൂളാണ്, വേറെ എവിടെയില്ല. സ്കൂളിന് പുറത്ത് പോയിട്ടൊന്നും പാടിയായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നീട് ഞാൻ സംഗീതം പഠിക്കാനായിട്ട് സംഗീത കോളേജിലേക്ക് പോവുകയാണ്. അതിനു മുന്നേ എനിക്ക് ഗിറ്റാർ അറിയായിരുന്നു. ഗിറ്റാർ എങ്ങനെ പഠിച്ചു എന്ന് വെച്ചാൽ, എൻ്റെ ചേട്ടൻ രാധാകൃഷ്ണൻ എന്നില്ല, അദ്ദേഹം തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിൽ പഠിച്ചു. തിരുവനന്തപുരത്ത് കുറേ കാലം പഠിച്ചു. അപ്പോൾ ആയുർവേദ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചേട്ടൻ ഭയങ്കരമായിട്ട് പാട്ട് പാടും.
ഗിറ്റാർ പഠിക്കും. പണ്ട് തിരുവനന്തപുരത്തുള്ള ഗിറ്റാറിസ്റ്റ് ശങ്കരൻ നായർ എന്ന് പറഞ്ഞൊരു ഗിറ്റാറിസ്റ്റ് ഉണ്ടായിരുന്നു. പഴയ ആൾക്കാർക്ക് അറിയാം. രവിയേട്ടൻ്റെ കൂടെയൊക്കെ ഉള്ളതാണ്. കുളത്തപ്പുഴ രവിയേട്ടൻ എന്നാണ് അന്ന് പറയാം. അപ്പോൾ അന്ന് ചേട്ടനും രവിയേട്ടനൊക്കെ ഒരു കുറേ സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്ത് ചേട്ടൻ നന്നായിട്ട് പാടുമായിരുന്നു. അതിനുശേഷമാണ് ഏട്ടൻ ആക്ടിങ്ങിലേക്ക് പോയത്. രാധാകൃഷ്ണൻ്റെ മകനാണ് ഇന്നത്തെ ആക്ടർ മനീഷ് കൃഷ്ണൻ, സീരിയലിൽ ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ചെറിയൊരു ഗിറ്റാർ കൊണ്ടാണ് ചേട്ടൻ വീട്ടിൽ വരുന്നത്. ആ ഗിറ്റാറിലാണ് ഒരു ഡി മേജർ കോഡാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു മേജർ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഡി മേജർ കോഡ് മാത്രമാണ് എന്നെനിക്ക് എന്നും പറയേണ്ടതാണ്, ഓർമ്മിക്കാനുള്ളതാണ്. ഗിറ്റാർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് എനിക്ക് കിട്ടിയപ്പോൾ അതിൽ ഞാൻ വർക്ക് ചെയ്ത് ഡി മേജറിൽ നിന്ന് പല കോഡ്സും ആദ്യം മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് ഞാൻ തൃശ്ശൂർ മോഡൽ സ്കൂളിൽ പഠിക്കാൻ 9th സ്റ്റാൻഡേർഡിൽ കയറുകയാണ്. എല്ലാം നിമിത്തമാണ്. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം നിമിത്തമാണ്. സ്കൂളിൽ വിട്ടിട്ട് എനിക്ക് 1.5 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യണം എൻ്റെ ബസ് വരാൻ. അപ്പോൾ ഈ 1.5 മണിക്കൂർ സമയം ഞാൻ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് തൃശ്ശൂർ ഓർക്കസ്ട്ര ജോക്കിൻ മാസ്റ്റർ അവിടെ കയറിയിട്ട് ഗിറ്റാർ പഠിക്കാനുള്ളൊരു സമയം കിട്ടി. വെസ്റ്റേൺ മ്യൂസിക്കാണ് പഠിക്കുന്നത്. സ്റ്റാഫ് നൊട്ടേഷൻ അടക്കം അത് ഉൾപ്പെട്ടിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അവിടെ 2 വർഷത്തോളം 9th 10th പഠിക്കാനുള്ള അവസരം ഉണ്ടായി. ലൈഫിൽ ഒരു ഓൾ ഇന്ത്യ കോമ്പറ്റീഷൻ നടക്കുമായിരുന്നു തൃശ്ശൂർ വെച്ച്. ആറ്റ്ലി മാസ്റ്ററായിരുന്നു അത് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നും അദ്ദേഹം ഉണ്ട്. ഓൾ കേരള കോമ്പറ്റീഷനിൽ ഗിറ്റാറിനും സിംഗിങ്ങിനും ഞാൻ അവിടെ ചേർന്നു. കോമ്പറ്റീഷനിൽ പേര് കൊടുത്തു. ഭാഗ്യവശാൽ ഗിറ്റാറിൽ 1ാം സ്ഥാനവും സിംഗിങ്ങിൽ 2ാം സ്ഥാനവും എനിക്ക് വന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കോമ്പറ്റീഷനിൽ ചേർന്നിട്ട് പ്രൈസ് കിട്ടുകയാണ്. ഞാൻ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് കേട്ടോ. എനിക്ക് 15 വയസ്സുണ്ടപ്പോൾ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ സമയമാകുമ്പോഴേ അത് തൃശ്ശൂർ കോട്ട മൈതാനിയിൽ വലിയൊരു ഗാനമേള നടക്കുന്നു. അത് ദേവരാജൻ മാസ്റ്റർ നൈറ്റായിരുന്നു. ദേവരാജൻ മാസ്റ്റർ, മാധുരി അമ്മ, ഇങ്ങനെയുള്ള വലിയൊരു ഗ്രൂപ്പ് സിംഗേഴ്സ്. പിന്നെ ദാസേട്ടനുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതിൽ കൂടെയൊക്കെ നടന്ന് ആ സമയത്ത് അവിടെ വന്നല്ലോ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ റിഹേഴ്സൽ നടക്കുന്ന സമയമുണ്ട്. അപ്പോൾ റിഹേഴ്സൽ നടക്കുമ്പോൾ ഞാനിങ്ങനെ ഒളിഞ്ഞിരുന്ന് ആ റിഹേഴ്സൽ റൂമിലൊക്കെ ഒന്ന് സൈഡിൽ നിന്ന് നോക്കി. അപ്പോൾ വയലിൻ ഗ്രൂപ്പ് പോകാറുണ്ട്. ജോൺസൺ മാഷൊക്കെ ഉണ്ടായിരിക്കാം അവിടെ, എനിക്കൊന്നും ആരും അറിയത്തില്ല എന്ന്. വലിയൊരു ഗ്രൂപ്പ് വയലിൻ, ഒരു 10-25 വയലിനുണ്ട്. വലിയൊരു ഗാനമേളയാണ്, ഫുൾ ഫ്ലഡ് ഗാനമേളയാണത്. അത് കഴിഞ്ഞു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് എൻ്റെ പേര് വിളിക്കുന്നു. അന്ന് എൻ്റെ പേര് വിളിക്കുന്നത് രമേഷ് കുമാർ എന്നാണ്. പേര് വിളിച്ച സമയത്ത് ഞാൻ കയറി ചെല്ലുന്നു. എനിക്ക് പ്രൈസ് തരുന്നത് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായിരുന്നത് ഇത് യേശുദാസല്ലേ ഇത് പ്രൈസ് തരുന്നത് നോക്കുമ്പോൾ ദാസേട്ടൻ്റെ കയ്യിൽ നിന്നാണ് 1ാമത്തെ പ്രൈസ് കിട്ടുന്നത്. അത് വലിയൊരു സംഭവമായിരുന്നു ശരിക്കും. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ അന്ന് യേശുദാസിൻ്റെ കയ്യിൽ നിന്ന് ആദ്യത്തെ അവാർഡ് വാങ്ങിക്കുന്നു, ഓൾ കേരള ലെവലിലുള്ള. അതിന് നിമിത്തം എന്നോണം ഒരു ദിവസം ദാസേട്ടൻ്റെ ഇതുവഴി ഇങ്ങനെ നടന്ന് ഇവിടെ വന്നു. ദാസേട്ടനും ചേച്ചിയും കൂടെ ഇതെൻ്റെ വീടാണ്. നടന്നു വന്നു, അകത്തിരുന്നു. അകത്ത് കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നാണ് ഒരു ദിവസം. ഞാൻ കുറേയായി ക്ഷണിക്കുന്നു, ദാസേട്ട ഒന്നും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ദാസേട്ടനും ചേച്ചിയും ഇവിടെ വന്ന്. അപ്പോൾ മെയിനായിട്ട് വച്ചിട്ടുള്ളത് 1ാമത്തെ എനിക്ക് കുറേ അവാർഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു അവാർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഏറ്റവും മുകളിൽ. ദാസേട്ടൻ എനിക്ക് അവാർഡ് തരുന്ന ഫോട്ടോ പിന്നീട് തൃശ്ശൂരിൽ രവി സ്റ്റുഡിയോയിൽ പോയി എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാനത് വാങ്ങിച്ചു അവിടുന്ന്. അപ്പോൾ എന്തോ ഭാഗ്യവശാൽ അതോടെ ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് പ്രൈസ് വാങ്ങിച്ചിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഫോട്ടോ ഞാൻ വാങ്ങിക്കുന്നത്. ആ ഫോട്ടോ ഞാൻ ദാസേട്ടന് കാണിച്ചു. ദാസേട്ട ഇത് കണ്ടോ? അപ്പോൾ ഇങ്ങനെയൊരു സമയം ഉണ്ടായിരുന്നോ നാരായണ? ദാസേട്ടൻ പറയും ഇങ്ങനെയൊരു സമയം. ദാസേട്ട ഈ സാധനമാണ്, ഇതാ ഈ പുരസ്കാരം ദാസേട്ടൻ തന്നാണ് സ്റ്റാച്യു. ഇതൊക്കെ ദൈവാനുഗ്രഹം, ഭഗവാന്റെ കടാക്ഷം മാത്രം. എല്ലാം എന്താ ജോ കുച്ച് ഹോനാ ഹേ ജബീപ്പെ ലിഖാ ഹേ എന്ന് പറയും. നമ്മുടെ എല്ലാം തലയിൽ കുറിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാം എന്ത് സംഭവിക്കണം എന്നുള്ളത് അത് സംഭവിച്ചല്ലേ മതിയാവും. അമ്മ എപ്പോഴും പറയായിരുന്നു,
ദാസേട്ടൻ്റെ കച്ചേരി കേൾക്കുമ്പോൾ പറയുമായിരുന്നു, എൻ്റെ മൂത്ത മകൻ, എൻ്റെ ഏറ്റവും മൂത്ത ചേട്ടൻ ഇല്ല, ആറാമത്തെ വയസ്സിൽ മരിച്ചു പോയിരുന്നു ചെറുപ്പത്തിൽ. അതുണ്ടെങ്കിൽ ആ മോനുണ്ടെങ്കിൽ ദാസേട്ടൻ്റെ വയസ്സാണ്. അപ്പോൾ ഒരു ദിവസം നേരിട്ട് മേഘമൽഹാർ എന്ന സിനിമയിലെ റെക്കോർഡിംഗ് സമയത്ത് തരങ്കിണി സ്റ്റുഡിയോ തിരുവനന്തപുരത്ത് അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുണ്ട് ഈ റെക്കോർഡിംഗ് സമയത്ത്. അപ്പോഴാണ് ONV സാറുണ്ട്. ONV സാറിൻ്റെ പാട്ട്, ഒരു നറു പുഷ്പമായി എന്നേർക്ക് നീളുന്ന മിഴിമുനയാരുടേതാവാം, ഈ പാട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ അമ്മ പറഞ്ഞു, ഈ കഥ പറഞ്ഞു, മോനെ നീ എൻ്റെ മൂത്ത മകനാണ്, നിൻ്റെ അനുജനാണിത്, നീ എന്നും ഇവന് സ്നേഹത്തോടുകൂടെ ഇവൻ്റെ കൂടെ വേണം എന്ന് അമ്മ പറഞ്ഞു. എപ്പോഴും കാണുമ്പോഴും ദാസേട്ടൻ ഇതെപ്പോഴും ഓർക്കും. എന്നിട്ട് പറയും, എനിക്ക് ഓർമ്മയുണ്ട്, അമ്മ പറഞ്ഞതെനിക്ക് ഓർമ്മയുണ്ട് നാരായണ എന്ന് പറയും. ഇടയ്ക്ക് ഇപ്പോഴും അമേരിക്കയിലുള്ളപ്പോൾ ദാസേട്ടൻ വിളിക്കും. 1 മണിക്കൂറൊക്കെ സംസാരിച്ച്, ഒരുപാട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ആ ഒരു ബന്ധം ഇപ്പോഴും, ദാസേട്ടൻ്റെ സ്നേഹം എപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം, ഒരു നിമിത്തമായിട്ടാണ് എൻ്റെ ജീവിതത്തിലൊക്കെ കടന്നു വന്നത്. പിന്നീട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഗുരുവിനെ പറ്റിയാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള കാലങ്ങളൊക്കെ പറയുമ്പോഴേ, എന്ത് വേണം, സംഗീതം കൊണ്ട് ജീവിക്കണം, സംഗീതം കൊണ്ട് പണമുണ്ടാക്കണം എന്നൊന്നും എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഉള്ളത് നമുക്ക് വരുന്നു എന്ന് മാത്രമേ ഞാൻ സങ്കല്പിച്ചിട്ടുള്ളൂ. ഇപ്പോഴും സാധനയും സംഗീത സാധനയും പ്രാക്ടീസും ഒക്കെ കൂടെ ജീവിതം കഴിഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കരിയർ ആരംഭിച്ചതെന്ന് പറയുമ്പോൾ അങ്ങനെ എനിക്കൊരു കരിയർ ആരംഭിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു ഓർമ്മയില്ല ശരിക്കും. കാര്യം പതുക്കെ കുറച്ച് പൈസ കിട്ടുന്ന ഒന്നുമില്ലാത്ത സമയങ്ങളുണ്ടായിരുന്നു. അച്ഛൻ മരിച്ച സമയത്ത് പട്ടിണി കിടന്ന സമയമുണ്ട്, ഒന്നുമില്ല. വീട്ടിൽ കഞ്ഞി അമ്മ ഉണ്ടാക്കും. നമുക്കുണ്ടാക്കി വെച്ച കഞ്ഞി ഒരു സന്യാസി വന്നപ്പോൾ ഉച്ചയ്ക്ക്, സന്യാസി ഒന്നും കഴിക്കാനില്ല, അമ്മ എന്തെങ്കിലും തരുമോ അമ്മ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് അന്ന് കഴിക്കാൻ വെച്ച കഞ്ഞി മുഴുവൻ എടുത്ത് അമ്മ ആ സന്യാസിക്ക് കൊടുത്തു. നമ്മൾ ഈ കഥയിലാണ് കേട്ടിട്ടുള്ളത്, ഇത് നേരിട്ട് ഞാൻ അനുഭവിച്ചതാണ്. അമ്മ ആ സന്യാസിക്ക് കൊടുത്തു. അപ്പോൾ എൻ്റെ അനുജനും ചേച്ചിയും, നമ്മൾ 3 പേരാ വീട്ടിലുള്ള. അമ്മയോട് ചോദിച്ചു ദേഷ്യപ്പെട്ടിട്ട്, അമ്മ എന്താ ഇത് കാണിച്ചത് അമ്മ, ഇത് നമുക്ക് കുടിക്കാൻ കഞ്ഞിയില്ലല്ലോ, അത് എന്താ കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മോനെ അത് വരും, ദൈവം തരും, ഇത് സ്വാമിക്ക് വിശക്കുന്നുണ്ട്, അത് കൊടുക്കണം എന്ന് മുഴുവൻ കൊടുത്തു. അത് പറഞ്ഞിട്ട് ഒരു 2 മണിക്കൂറായിട്ടുള്ള അമ്മയുടെ ഒരു സുഹൃത്ത് സന്യാസിയുണ്ട്, സന്യാസി അമ്മ എന്ന് നമ്മൾ വിളിക്കും. അവർ വീട്ടിൽ കുറേ ഭക്ഷണങ്ങൾ, ഒരു പൊതി നിറച്ച് ഭക്ഷണം കൊണ്ടുവന്നു. അറിയില്ല, ഇതൊക്കെ എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കുക എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എൻ്റെ കരിയറിനെ പറ്റിയിട്ട് പറയുമ്പോൾ, ഗുരുവിൽ നിന്നും കിട്ടിയിട്ടുള്ള സംഗീതം അതിങ്ങനെ പതുക്കെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എപ്പോഴും എനിക്ക് കയ്യിൽ പൈസ വന്നു, എത്ര പൈസ വന്നു എന്ന് എനിക്കൊന്നും ഓർമ്മയില്ല. പക്ഷേ ഗുരു കൃപ, ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ഇതുവരെ, ഈ നിമിഷം വരെ ഒരു പൈസയ്ക്ക് പോലും എനിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഞാൻ അങ്ങോട്ട് ഗുരുവിന് സങ്കല്പിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എന്നെ ദൈവം അനുവദിച്ചു. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ സിനിമ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറേ വർക്ക് ചെയ്തു. ഞാൻ പൂനെയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പല ഡോക്യുമെൻ്ററീസിനും ചെറിയ ബീറ്റുകളും സോങ് റെക്കോർഡിങ്ങിൻ്റെ ആദ്യമായിട്ട് നടക്കുന്നത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ്. അപ്പോൾ അതൊരു ഭാഗ്യമുണ്ടായി. അതിനുശേഷം 93 മഗ്രിബ് എന്ന പടത്തിനാണ് ആദ്യം ഞാൻ മ്യൂസിക് ചെയ്യുന്നത്. 93 PT കുഞ്ഞു മുഹമ്മദിൻ്റെ മഗ്രിബ്. അതിനുശേഷം അതേ വർഷം തന്നെ ഇലയും മുള്ളും KP ശശിയുടെ, അതും ആ വർഷം ചെയ്തൊരു മൂവിയാണ്. രണ്ടും റീ റെക്കോർഡിങ് മാത്രമാണ്. പിന്നെ അതിനുശേഷം കുറേ TV സീരിയൽസ്, TV ഫിലിംസ്, ഡോക്യുമെൻ്ററീസ്, എത്രയോ ഡോക്യുമെൻ്ററീസ് ചെയ്തു ഇത്രയും വർഷത്തിൽ. അതിനുശേഷം 97 PT കുഞ്ഞു മുഹമ്മദിൻ്റെ ഗർഷോം എന്ന പടത്തിന് ഒരു സോങ് ആദ്യമായിട്ടാണ് ഞാൻ മൂവിക്ക് വേണ്ടി സോങ് ചെയ്യുന്നത്. പറയാൻ മറന്ന പരിഭവങ്ങൾ. റഫീഖ് അഹമ്മദ്
രചിച്ച, അദ്ദേഹം ആദ്യമായിട്ട് രചിച്ചതാണ് ആ പടം, ആ പാട്ട്. അദ്ദേഹം കവിതയായിട്ടാണ് അത് എഴുതി വന്നത് ആദ്യം. പിന്നീട് നമ്മൾ ഒരു മ്യൂസിക് ഒരു സോങ്ങിൻ്റെ പാറ്റേണിൽ അത് പി ടി കുഞ്ഞു മുഹമ്മദ് സാർ തന്നെയാണ് പറയുന്നത്, രമേഷ് ജി അത് ഈ രീതിയിൽ നമുക്കത് ഫോം ചെയ്യണം, ഇതുവരെ ഉള്ള ഈ സിനിമയിൽ വരാത്തൊരു രീതിയിലുള്ള പാട്ടാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മളിരുന്ന് ഒരുപാട് കമ്പോസ് ചെയ്തു. ഈ പാട്ട് തന്നെ പല രീതിയിലും ഞാൻ കമ്പോസ് ചെയ്ത് കാണിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് പറയാൻ മറന്ന് പരിഭവങ്ങൾ വിരഹാർദ്രമാ മിഴികളൂർക്കേ. ഇത് ആ പാട്ട് ബോംബെയിൽ വെച്ച് റെക്കോർഡ് ചെയ്യുന്നു. ഹരിജി പാടുന്നു. ഹരിഹരൻ അത് കഴിഞ്ഞ് അന്ന് റെക്കോർഡ് ചെയ്ത് 2 ദിവസം എടുത്തു. കുറച്ചായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തത്. ഫസ്റ്റ് ഡേ കുറച്ചെടുത്തു, സെക്കൻഡ് ഡേ കുറച്ചെടുത്തു, അങ്ങനെയാണ് ഈ പാട്ട് കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം ഗുരുജിയുടെ അടുത്ത് പോയി ഈ പാട്ട് എടുത്തിട്ട് അവിടെ തന്നെ ചെറിയൊരു അന്നത്തെ ഒരു ചെറിയ വാക്ക്മാൻ എന്ന് പറഞ്ഞൊരു ടേപ്പ് റിക്കാറുണ്ട്, ചെറിയ കാസറ്റ് ഇടുന്ന, അതിലൊരു ഹെഡ്ഫോൺ വെച്ചിട്ട് ഗുരുജിക്ക് കേൾപ്പിച്ചു. ആദ്യമായിട്ട് ഞാൻ ഈ പാട്ട് കേൾപ്പിക്കുന്ന ഗുരുജിയാണ്. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കി കുറച്ച് നേരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പിന്നെ ഓരോ സ്ഥലത്ത് എത്തിയപ്പോൾ, ഓരോ പോർഷൻ എത്തിയപ്പോൾ വാ, പിന്നെ ഓരോ ഏരിയ എത്തുമ്പോൾ ബ്യൂട്ടിഫുൾ, ബഹുത് ബടിയ. കഴിഞ്ഞിട്ട് ചോദിച്ചു, ഹെഡ്ഫോണൊക്കെ മാറ്റിയെടുത്ത് പറഞ്ഞു, रमेश बहुत अच्छा कॉम्पोजिशन, जोग राग का जो एलिमेंट्स तुमने इसमें मिक्स किया है बढ़िया है। ऐसा गाना इंडियन मूवी पे मैं नहीं सुना अभी तक। इट्स ए डिफरेंट पैटर्न ऑफ कॉम्पोजिशन, तुम्हारा ऐसा कॉम्पोजिशन तुमने किया है, ऑल ദി ബെസ്റ്റ്, बहुत अच्छा है എന്ന് പറഞ്ഞു. അത് തന്നെ ഏറ്റവും വലിയ അവാർഡായിട്ട് എൻ്റെ മനസ്സിൽ ഇന്നും നിൽക്കുകയാണ്. അങ്ങനെ ഒരു ബ്ലെസ്സിങ്സ് പാട്ട് കേട്ട്. പിന്നെ ഓരോ കോമ്പോസിഷൻസ് വരുമ്പോഴും ഞാൻ ചെയ്യുമ്പോഴും ഗുരുജിയെ കേൾപ്പിക്കും. ഗുരുജി എപ്പോഴും പറയും, തുമാറ കോമ്പോസിഷൻ ലാജവാബ്. ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കോമ്പോസിഷൻസ്. ഇവിടെ വരുമ്പോഴും കേൾക്കും. അങ്ങനെയായിരുന്നു ഗുരുജിയുടെ. മുഖിലിൻ മകളേ പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ് ജന്മനൊമ്പരമേ. എൻ്റെ കോമ്പോസിഷനിൽ എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ടാണിത്. ഇതിൻ്റെ ആരംഭം തിരുവനന്തപുരത്തൊരു ഹോട്ടലിൽ വെച്ച് അതിൻ്റെ ഒരു പൂജാ ദിവസമാണ്. ഈ മകൾക്ക് എന്ന പടത്തിൻ്റെ പൂജാ ദിവസം ജയരാജ് സാർ എല്ലാവരും ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കഥ പറഞ്ഞു. അപ്പോൾ ലിഫ്റ്റിൽ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ലിഫ്റ്റിൽ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ നയ്യാലാഗി 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 ലാഗി രേ ലാഗി രേ മായി. ഈ ഒരു ട്യൂൺ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആ കഥ പറഞ്ഞു. എൻ്റെ മനസ്സിൽ തോന്നിയ ഇത് അദ്ദേഹത്തിൻ്റെ ചെവിയിലൊന്ന് മൂളി കൊടുത്തപ്പോൾ പറഞ്ഞു, എനിക്കെൻ്റെ മനസ്സിൽ തോന്നിയൊരു പാട്ടാണ് സാർ ഇത്, ഇതിൻ്റെ ഒരു തീം സോങ് ആയിട്ട് വെച്ചിരിക്കുക. ജയരാജ് കേട്ടിട്ട് പറഞ്ഞു, രമേഷ് ജി ഇത് മതി, ബെസ്റ്റായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പാട്ടിൻ്റെ തുടക്കം ഉണ്ടാകുന്നത്. ഒന്നുമല്ലാത്ത സ്ഥലത്തു നിന്നാണ്, മുകളിലുമല്ല താഴെയല്ല, നമ്മൾ ലിഫ്റ്റിലിരിക്കുക. ലിഫ്റ്റിൽ നിന്നാണ് എൻ്റെ മനസ്സിൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്, ഒരു ത്രെഡ് ഉണ്ടാകുന്നത്. ഇപ്പോഴും എൻ്റെ ഓരോ സോങ് കേൾക്കുമ്പോഴും എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതെൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. പറയാൻ മറന്ന പരിഭവങ്ങളാണെങ്കിലും, ഒരു നൂറ് പുഷ്പമാണെങ്കിലും, തട്ടം പിടിച്ചു വലിക്കല്ലേ എന്നുള്ള പാട്ടാണെങ്കിലും, ഏത് പാട്ടായാലും അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഫിലിംസ് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ പാട്ട് പാടിയിട്ടുള്ള മിക്ക സിംഗേഴ്സിനും അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്.
സ്റ്റേറ്റ് അവാർഡ്സ്, നാഷണൽ അവാർഡ്. സുജാതയ്ക്ക് രാത്രി മഴയിൽ എൻ്റെ ഫസ്റ്റ് അവാർഡ് കിട്ടുന്നത്, പിന്നെ സൈറയിൽ എനിക്ക് കിട്ടുന്ന അവാർഡ്, അതേപോലെ ശ്രീനിവാസിന് അവാർഡ് കിട്ടുന്നത്, പിന്നെ മഞ്ജരിക്ക് മുഗ്ലിൻ മകളെ എന്ന സോങ്ങിന് അവാർഡ് കിട്ടുന്നു, മകൾക്ക് പാടിയതിൽ, മകൾക്ക് എന്ന സിനിമയിലുള്ളതിൽ. പിന്നീട് ദാസേട്ടന് ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റേറ്റ് അവാർഡ്, അതേപോലെ ദാസേട്ടന് 25th നാഷണൽ അവാർഡ്, 25ാമത്തെ നാഷണൽ അവാർഡ്. 25 വർഷങ്ങൾക്ക് ശേഷം 2017 ദാസേട്ടന് നാഷണൽ അവാർഡ് വീണ്ടും ഒന്നുകൂടെ കിട്ടുന്നത്. പോയി മറഞ്ഞ കാലം വന്ന് ചേരുമോ, പെയ്തൊഴിഞ്ഞ മേഘം വാനം തേടുമോ. ഓരോന്നിനും ഓരോ നിമിത്തങ്ങളും ഓരോ സന്ദർഭങ്ങളും ഓരോ എന്താ പറയുക അങ്ങനെ വന്നു ചേർന്നാണ് എൻ്റെ ജീവിതത്തിൽ. ഇപ്പോൾ ജയേന്ദ്രന് അവാർഡ് കിട്ടി, ജയേട്ടന്. പിന്നെ എൻ്റെ മകൾക്ക് 2 അവാർഡ് മധുശ്രീക്ക് കിട്ടി. സംഗീതം എല്ലാവരുടെയും ശ്വാസനിശ്വാസങ്ങളിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അത് എല്ലാവരും നല്ല രീതിയിൽ അനുഭവിക്കുക. ശുദ്ധ സംഗീതം എല്ലാം, ശ്രുതിശുദ്ധമായതെല്ലാം ശുദ്ധ സംഗീതമാണ്. അതിൽ ക്ലാസിക്കലോ പാശ്ചാത്യ സംഗീതമോ അല്ലെങ്കിൽ വേറൊരു നാടൻ ഗാനമോ ഒന്നുമില്ല. ഭാവപൂർണമായിട്ട് നമ്മളിലേക്ക് എത്തുന്ന മ്യൂസിക് കേൾക്കുന്നവരിൽ ഒരു ചലനം, എന്തെങ്കിലും ഒരു പദം ഉണ്ടാക്കണം. അതാണ് സംഗീതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ശാസ്ത്രീയത നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലെല്ലാം ഡിഫറെൻറ്റ് ജോണേഴ്സാണ്, പല ജോണേഴ്സിലുള്ള മ്യൂസിക്കാണ്. നമ്മളുടെ മനസ്സിൻ്റെ കറകൾ കഴുകിക്കളയുന്നതാണ് സംഗീതം എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. അത് വിശ്വസിക്കേണ്ടതല്ല, അനുഭവിക്കേണ്ടതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഒന്നും പ്രതീക്ഷിക്കാതെ ഹാർഡ് വർക്ക്, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ മാത്രം വിശ്വസിച്ച് സത്യം എന്താണെന്ന് മനസ്സിലാക്കിയത് ഒരു രാഗം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ തന്നെ മനസ്സിലാക്കി അതിൻ്റെ തെറ്റുകൾ തിരുത്താനുള്ള ഒരു ഭാഗ്യം എല്ലാ പാട്ടുകാർക്കും, ഞാൻ സംഗീതത്തിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്, എല്ലാ ഫീൽഡിലും ഇങ്ങനെ തന്നെയാണ്. അതിൽ പോരായ്മകൾ നമ്മൾ റിയലൈസ് ചെയ്യാനുള്ള ഒരു ശക്തി നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഒരു പൂർണ്ണത കിട്ടുന്നുണ്ടെങ്കിൽ. പിന്നെ കോശിഷ് ഹേ മ്യൂസിക് എന്ന് പറയും, സംഗീത് ഹിന്ദിയിൽ പറയും. കോശിഷ് എന്ന് വെച്ചാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. പക്ഷേ അതിൽ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, സത്യം എന്താണെന്ന് നമ്മൾക്ക് തന്നെ തിരിച്ചറിയണം. സത്യം തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വലിയ ഡ്രോബാക്കാണ് ജീവിതത്തിൽ. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും അങ്ങനൊരു ഭാഗ്യം സംഗീതജ്ഞന്മാർക്ക് പ്രത്യേകിച്ചിട്ട് വേണം. ആ ഒരു ടാലൻറ്റും മനസ്സിലാക്കാനുള്ളൊരു കഴിവും ദൈവം തരികയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ സാധാരണ ജീവിതത്തിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരും എന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിക്കഴിഞ്ഞാൽ അതിലും നമ്മൾ വിജയിക്കും. ഒരു പെരുമാറാൻ ഒരാളെ, ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് എൻ്റെ പരംപൂജ്യ ഗുരുജി പത്മവിഭൂഷൺ സംഗീത് മാർത്താണ്ഡ് പണ്ഡിറ്റ് ജസ്രാജിയിൽ നിന്നാണ് എനിക്ക് ഒരുപാട് തിരിച്ചറിവുകൾ കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം സംഗീതം മാത്രമല്ല, ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചൊരു മഹാനാണ്. എൻ്റെ ജീവിതം മുഴുവനായിട്ട് ഞാൻ അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഭാവിയിൽ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കും പലവരും. ഒരു കുയിലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് ഞാൻ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും പാടിക്കൊണ്ടിരിക്കുക, അത് തന്നെയാണ് ഭാവിയിൽ എൻ്റെ ആഗ്രഹം. കുയിൽ എപ്പോഴും പാടുന്നത് അതിൻ്റെ സന്തോഷമാണ് അതറിയിക്കുന്നത്. മയിൽ പീലി നിവർത്തുന്നത്, എപ്പോഴും നൃത്തം ചെയ്യുന്നത് അതിൻ്റെ സന്തോഷമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കുയിൽനാദം, കുയിലിനെ പോലെ എന്നും പാടാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവുക, ഒരിക്കലും ശബ്ദം പോവാതിരിക്കുക. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഭാവിയിൽ ഇതൊക്കെ ദൈവം തോന്നിക്കുന്നതാണ് ഓരോ നിമിഷത്തിലും. ഇന്നലെ രാത്രിയിൽ ഒരു ബന്ദിഷ് എനിക്ക് ഉണ്ടാക്കാൻ തോന്നി, ചാരുകേശി രാഗത്തിൽ. ധീരേ 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 മാനവാ ധീരേ ധീരേ.
എല്ലാം പതുക്കെ പതുക്കെ ചെയ്യാനാണ് മിയാ താൻസൻ പറയുന്നത്. ഒന്നിലും ധൃതി കാണിക്കേണ്ടെന്നാണ് പറയുന്നത്. മിയാ താൻസൻ്റെ ബന്ദിഷ് ഇന്നലെ രാത്രി എനിക്ക് മനസ്സിൽ തോന്നിച്ചാണ്, ധീരേ 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 മനവ, എല്ലാം ധീരേ, ധ്യാനം ധീരേ, യോഗം ധീരേ, എല്ലാ കർമ്മങ്ങളും വളരെ പതുക്കെ 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 ചെയ്യുക. അതാണ് ജീവിതത്തിലെ ഉയർച്ചയ്ക്കുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് അദ്ദേഹം പണ്ട് തോന്നിട്ടുണ്ട്. എത്രയോ നൂറ്റാണ്ട് മുന്നേ എഴുതിയതാണ്. നമ്മളെല്ലാവരും പറയും നമ്മുടെ കുടുംബം എന്ന് പറയും. നമ്മളെല്ലാവരുമാണ് നമ്മുടെ കുടുംബം. നിങ്ങളും കൂടെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. എന്തായാലും എൻ്റെ ഭാര്യ ഹേമ, മോള് മധുവന്തി, മധുശ്രീ, പിന്നെ ഒരാളും കൂടെ വിഷ്ണു വിജയ്, മൂത്ത മോളുടെ ഹസ്ബൻഡ്, ഹീസ് വെരി ഗുഡ് മ്യൂസീഷ്യൻ. ഇവരെല്ലാവരാണ് എൻ്റെ ശക്തി, എൻ്റെ ബലം എന്ന് പറയുന്ന ഇവരാണ്. ഓരോ മ്യൂസിക് ഉണ്ടാകുമ്പോഴും അവരിൽ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്, അവരിൽ നിന്നും കിട്ടുന്ന ഒരു എനർജിയുണ്ട്. ആ എനർജിയാണ് എൻ്റെ എനർജി, എനിക്ക് കിട്ടുന്ന പ്രചോദനം എന്ന് പറയുന്നത്. അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നല്ലൊരു ജനറേഷനാണ് നമ്മൾക്ക് വരുന്ന തലമുറ എന്ന് പറയുന്ന കുട്ടികൾ. അവർക്ക് പഠിക്കാൻ കുറേ കിട്ടുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര തിരിച്ചറിവാണ് കുട്ടികൾക്കുള്ളത്. അത് നല്ല രീതിയിൽ അവർ യൂട്ടിലൈസ് ചെയ്യണം എന്നെനിക്ക് പറയാനുള്ളൂ. സംഗീതത്തിലായാലും ശാസ്ത്രത്തിലായാലും എനി സബ്ജക്റ്റ് ഒരുപാട് പഠിക്കാൻ നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട്, മനസ്സിലാക്കാനുണ്ട്. പണ്ടൊന്നും അങ്ങനെ ഇല്ല. നമ്മൾ കണ്ടെത്തി വന്ന, പക്ഷേ പണ്ട് ജീവിച്ച അത്രയും ഡെഡിക്കേഷനിൽ ഇന്നത്തെ കുട്ടികൾ നിൽക്കുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അവർക്കുണ്ട്, ഡൈവേർട്ട് ചെയ്ത് പോകരുത്. അവരുടെ ലൈഫ് ഡൈവേർട്ട് ചെയ്ത് പോകണമെന്ന് സംശയമുണ്ട്. പണ്ട് ഐൻസ്റ്റീൻ, ബീഥോവൻ ഉണ്ടാക്കിയ സിംഫണി, ത്യാഗരാജസ്വാമികൾ ഉണ്ടാക്കിയത്, പിന്നെ സ്വാതി തിരുനാൾ മഹാരാജാവ് ഉണ്ടാക്കിയത്, മിയാ താൻസൻ ഉണ്ടാക്കിയത്, അത് തന്നെയാണ് നമ്മൾ ഇന്നും ഉപയോഗിക്കുന്നതെന്ന് ചിന്തിക്കണം നിങ്ങൾ. ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ച സംഭവം തന്നെയാണ് ഇന്നും ഫോളോ ചെയ്യുന്നത്. പൊതുവായിട്ട് നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടും പറ്റിയിട്ടില്ല ഇതുവരെ. അതും കൂടെ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ വിചാരിക്കും കടന്നു പറഞ്ഞ് നമുക്ക് അപ്പുറത്ത് എത്തിക്കാമെന്ന് പറ്റും. ഒരിക്കലും പറ്റിയിട്ടില്ല ഇതുവരെ. പണ്ട് ഉണ്ടാക്കിയ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത്ത് ഇന്നില്ല. അപ്പോൾ എന്താണ് നമ്മൾ വിചാരിക്കേണ്ടത്? എന്താ മനസ്സിലാക്കുക, നമ്മൾ സ്വന്തം മനസ്സിലാക്കുക എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. സെൽഫായിട്ട് റിയലൈസ് ചെയ്യാനുള്ള ശ്രമം എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരിക്കുക. നന്ദി, നമസ്കാരം.